ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന തന്ത്രത്തെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടുകളുടെ അവസാനങ്ങളിലൂടെ ക്രിമിനൽസിൻ്റെ മുൻപോട്ടുള്ള നീക്കങ്ങളിൽ ഒരു ഏകദേശ ധാരണ കിട്ടാനും അതുപോലെ തന്നെ ഒരു കുറ്റകൃത്യം നടന്നാൽ മുമ്പുള്ള പ്രൊഫൈലുകൾ വെച്ച് പ്രതിയുടെ ഒരു ഏകദേശ രൂപം നൽകാനും ഇതുകൊണ്ട് സാധിച്ചിരുന്നു. ഇപ്പോൾ ഇത് മിക്കവാറും രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. പഴയകാല സീരിയൽ കില്ലറായ ജാക്ക് ദ റിപ്പറിൻ്റെ മുതൽ ഇന്നുവരെയുള്ള ചെറുതും വലുതുമായ എല്ലാ കുറ്റവാളികളുടെയും ഒരു രീതി ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കിനി അത് എന്താണെന്ന് മനസ്സിലാക്കാം. ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന വിദ്യ സംശയാസ്പദമായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നിയമനിർവഹണ ഏജൻസികൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ഒന്നിലധികം കുറ്റകൃത്യങ്ങൾ ചിലപ്പോൾ ഒരു നിർദ്ദിഷ്ട കുറ്റവാളിയിലേക്ക് നയിക്കാം. കൂടാതെ തിരിച്ചറിഞ്ഞ കുറ്റവാളികളുടെ ഭാവി പ്രവർത്തനങ്ങൾ പ്രവചിക്കാനും പ്രൊഫൈലിംഗ് ഉപയോഗിക്കും. 1990കളുടെ അവസാനത്തിൽ ഭീകരവാദത്തിനും 2017 കൊള്ളകൾക്കും വരെ ഉപയോഗിച്ചിട്ടുണ്ട്. സൈക്കോളജിക്കൽ പ്രൊഫൈലിങ്ങിനെ സംശയകരമായ ഒരു തിരിച്ചറിയലായി വിവരിക്കാം. അത് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് അവശേഷിപ്പിച്ചതായ പല കാര്യങ്ങളെയും അടിസ്ഥാനമാക്കി കുറ്റവാളികളുടെ വ്യക്തിത്വം, വൈകാരികത എന്നിവ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. അതേ പെരുമാറ്റം വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ക്രിമിനൽ പ്രൊഫൈലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ 2 പ്രധാന കാര്യങ്ങൾ ഉണ്ട്. ഒന്നാമത്തത് പെരുമാറ്റ സ്ഥിരത, രണ്ടാമത്തത് ഹോമോളജി അഥവാ തുല്യമായവ. ഒരു കുറ്റവാളിയുടെ കുറ്റകൃത്യങ്ങൾ സമാനമായിരിക്കും എന്നാണ് പെരുമാറ്റ സ്ഥിരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹോമോളജി പറയുന്നത് ഒരേ സ്വഭാവമുള്ള കുറ്റവാളികൾ ഒരേപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്നതാണ്. ഹോമോളജിയുടെ അനുമാനത്തിനുള്ള പ്രശ്നം പെരുമാറ്റശാസ്ത്രത്തിൻ്റെ പുരോഗതി കൊണ്ടാണ്. ഹോമോളജി കാലഹരണപ്പെട്ടതാണെന്ന് തെളിയിക്കുന്നു. ഭൂരിഭാഗം പ്രൊഫൈലിങ്ങുകളും അനുമാനിക്കുന്നത് പെരുമാറ്റം വ്യക്തിത്വമായിട്ടാണ്. എങ്കിലും ക്രിമിനൽ അന്വേഷണങ്ങളിൽ ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര പ്രൊഫൈലിങ്ങിനെ പിന്തുണയ്ക്കുന്നതിനെതിരായി ഗവേഷണത്തിൻ്റെയോ തെളിവുകളുടെയോ അഭാവമുണ്ട്. ക്രിമിനൽ പ്രൊഫൈലുകളുടെ വിശ്വാസ്യത, സാധുത, ഉപയോഗക്ഷമത എന്നിവയെ ചില വിമർശകർ ചോദ്യം ചെയ്യുന്നുണ്ട്. കുറ്റവാളിയുടെ പെരുമാറ്റങ്ങൾ, അനുമാനങ്ങൾ കുറ്റവാളികളുടെ നടപടികളുടെ സ്വഭാവ സവിശേഷതകളുടെയും ബലമായ നിർവചനങ്ങൾ കാരണം കാലങ്ങളായി പൊതുവായ ക്രിമിനൽ പ്രൊഫൈലിംഗിൽ മാറിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറ്റവാളികളെക്കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രൊഫൈലുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് പക്ഷപാതപരമായ അഭിപ്രായങ്ങളും മറ്റു കുറ്റവാളികളുടെ പ്രൊഫൈലുകളിൽ നിന്നും കൂടി എടുത്ത അഭിപ്രായങ്ങളുമാണ്. ഇവയൊക്കെ കൊണ്ട് തന്നെ ഗവേഷണത്തിനുള്ള സമീപകാല ശ്രമങ്ങൾ ഗവേഷകർ ഇതിനെ കപടശാസ്ത്രമെന്ന് മുദ്രകുത്താൻ പ്രേരിപ്പിച്ചു. അടുത്തതായി ക്രിമിനൽ സൈക്കോളജിയുടെ പതനം. ക്രിമിനൽ പ്രൊഫൈലിംഗ് തൊഴിൽ അത് നിയന്ത്രണാതീതമാണ്. ആരാണ് ക്രിമിനൽ പ്രൊഫൈലർ ആകാൻ യോഗ്യതയില്ലാത്തത് എന്ന് നിർണ്ണയിക്കുന്ന ഒരു സമിതിയുമില്ല. അതിനാൽ തന്നെ ക്രിമിനൽ പ്രൊഫൈലറായി തിരിച്ചറിയുന്നവർ കുറ്റവാളികളെക്കുറിച്ച് വ്യക്തമല്ലാത്ത ഒരാൾ മുതൽ അതിൽ പരിചയമുള്ളവർ വരെ ഉണ്ടാകാം. ക്രിമിനൽ പ്രൊഫൈലിംഗ് രംഗത്ത് ഒരു വിദഗ്ധനെ സൃഷ്ടിക്കുന്നതിന് പുറമെ കൃത്യമായും അനുഭവപരമായുമുള്ള തെളിവുകൾ കുറവാണ്. ഇതൊക്കെയാണെങ്കിലും ക്രിമിനൽ പ്രൊഫൈലിങ്ങിന് നല്ല പിന്തുണയുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ക്രിമിനൽ പ്രൊഫൈലുകളുടെ പ്രകടനത്തെക്കുറിച്ച് പോലീസും അന്വേഷകരും നടത്തിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവരെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും പഠനങ്ങൾ തെളിയിക്കുന്നത് ചില ഡിറ്റക്റ്റീവുകൾ തന്നെ പ്രൊഫൈലിങ്ങിന് മോശമാണെന്നാണ്. ഒരു പഠനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു കുറ്റവാളിയുടെ 2 വ്യത്യസ്ത പ്രൊഫൈലുകൾ അവതരിപ്പിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ വിവരണങ്ങൾ വളരെ വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. ഒരു പ്രൊഫൈൽ മറ്റൊന്നിനേക്കാൾ കൃത്യമാണോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ എല്ലാ പ്രൊഫൈലുകളിലും കുറ്റവാളികളെ വളരെ കൃത്യമായി തന്നെ വിവരിച്ചിരുന്നു. ക്രൈം രംഗങ്ങൾ വർഗീകരിക്കുന്നത് കുറ്റവാളിയുടെ വ്യക്തിത്വങ്ങൾ സംഘടിതം അല്ലെങ്കിൽ അസംഘടിതം എന്നിങ്ങനെ തരംതിരിച്ചാണ് പ്രൊഫൈലിങ്ങിൽ പതിവായി ഉപയോഗിക്കുന്ന ടൈപ്പോളജി. സംഘടിതമോ അല്ലെങ്കിൽ അസംഘടിതമോ അനുസരിച്ച് കുറ്റകൃത്യങ്ങൾ തരംതിരിക്കാനുള്ള ആശയം FBI പ്രൊഫൈലർ റോയി ഹാൻസൺവുഡിന് നൽകിയിട്ടുണ്ട്. റോബർട്ട് കപ്പലും റിച്ചാർഡ് വാൾട്ടറും വാദിച്ച സീരിയൽ റേപ്പ് മർഡറുകളുടെ ഒരു ടൈപ്പോളജി ശക്തി, ഉറപ്പ്, കോപം, പ്രതികാരം, കോപം, ആവേശം എന്നിങ്ങനെയാണ് വർഗീകരിക്കുന്നത്. FBI-ക്കുള്ളിലെ ബിഹേവിയറൽ അനാലിസിസ് യൂണിറ്റ് അഥവാ BAU ഉപയോഗിക്കുന്നത് ക്രിമിനൽ അന്വേഷണാത്മക സമീപനമാണ്. കുറ്റകൃത്യ സമയത്ത് കുറ്റവാളിയുടെ പെരുമാറ്റം, കുറ്റകൃത്യം ചെയ്യുമ്പോൾ കുറ്റവാളിയും ഇരകളും തമ്മിലുള്ള ഇടപെടലുകൾ വിശദീകരിക്കുന്നതിലൂടെ നിയമനിർവഹണ ഏജൻസികളെ ക്രിമിനൽ പ്രവർത്തികളുടെ അവലോകനത്തിലൂടെയും വിലയിരുത്തലിലൂടെയും BAU അഥവാ ബിഹേവിയർ അനാലിസിസ് യൂണിറ്റ് സഹായിക്കുന്നു. ക്ലിനിക്കൽ പ്രാക്ടീഷണർ സമീപനം. ഓരോ കേസും വ്യക്തിപരമായി കാണുന്നു.
അക്രമകാരികളെല്ലാം കുറ്റവാളിയുടെ അമ്മയെ പ്രതിനിധീകരിക്കുന്ന ഒരു അമ്മ ശിശു പോരാട്ടത്തിൻ്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു സൈക്കോ ഡൈനാമിക് സമീപനമാണെന്നും വിശ്വസിക്കുന്നു. മറ്റൊരു പരിശീലകൻ പ്രൊഫൈലിങ്ങിനായി ചില തത്വങ്ങൾ രൂപപ്പെടുത്തി. അടുത്തത്, ഈ തത്വങ്ങൾ പിന്തുടരുന്നതിലൂടെ പ്രൊഫൈലിങ്ങിൽ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ നിന്നുള്ളതല്ല, മറിച്ച് അതുല്യമായതും എല്ലാ തലങ്ങളിലുള്ള ബുദ്ധിക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമായ ഉപദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. കൂടാതെ പ്രൊഫൈലിലെ എല്ലാ ഘടകങ്ങളും സ്വാധീനിക്കണം. ശാസ്ത്രീയ സമീപനം മനഃശാസ്ത്രപരമായ പ്രക്രിയകളിലേക്ക് നയിച്ചേക്കാവുന്ന മറ്റേതെങ്കിലും വിവരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ സമീപനമനുസരിച്ച് വിശകലനത്തിൻ്റെ ഫലങ്ങൾ മുമ്പ് പിടിക്കപ്പെട്ട കുറ്റവാളികളുമായി താരതമ്യപ്പെടുത്തി പ്രൊഫൈലിൻ്റെ ഘടകങ്ങൾ അവർ വികസിപ്പിച്ചെടുക്കുന്നു. പ്രൊഫൈലിങ്ങിലെ 5 ഘട്ടങ്ങളിൽ താഴെ കാണുന്നവ ഉൾപ്പെടുന്നു. 1. ക്രിമിനൽ പ്രവൃത്തി വിശകലനം ചെയ്യുകയും മുമ്പത്തെ സമാന കുറ്റകൃത്യങ്ങളുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. 2. യഥാർത്ഥ കുറ്റകൃത്യത്തിൻ്റെ ആഴത്തിലുള്ള വിശകലനം. 3. ഇരകളുടെ പശ്ചാത്തലം പരിശോധിക്കുകയും അവരെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നു. 4. മുമ്പത്തെ കേസുമായി താരതമ്യപ്പെടുത്താവുന്ന കുറ്റവാളിയുടെ വിവരണങ്ങൾ വികസിപ്പിക്കൽ. ഇനി നമുക്ക് ഇതിൻ്റെ ചരിത്രം പരിശോധിക്കാം. 1880-ൽ നിരവധി വേശ്യകളെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലർ ജാക്ക് ദ റിപ്പറിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മെട്രോപൊളിറ്റൻ പോലീസിൻ്റെ ഡിറ്റക്റ്റീവുകൾ ആദ്യമായി ക്രിമിനൽ പ്രൊഫൈലിംഗ് ശേഖരിച്ചു. 1912-ൽ ന്യൂയോർക്കിലെ ലക്കവണ്ണയിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ പ്രഭാഷണം നടത്തി. അതിൽ ജോയി ജോസഫ് എന്ന അവിടെ തന്നെയുള്ള ബാലൻ്റെ അജ്ഞാത കൊലപാതകയെ വിശകലനം ചെയ്യാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു. അതിനുശേഷം പോസ്റ്റ് കാർഡ് കില്ലർ എന്ന പേരിൽ പത്രത്തിൽ പ്രസിദ്ധീകരണവും വന്നു. 1992 മുതൽ 2001 വരെ പ്രധാന കേസുകൾക്കായി കുറ്റവാളികളുടെ പ്രൊഫൈലിങ്ങുകളിൽ നടത്തിയ സർവേയിൽ 72% കുറ്റകൃത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വിശദാംശങ്ങൾ പ്രൊഫൈലറുടെ കഴിവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അന്വേഷണത്തിലെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. കുറ്റവാളികളുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് അവകാശവാദം ഉന്നയിച്ച മറ്റ് 80% പ്രസ്താവനകളും അവരുടെ നിഗമനത്തിന് ഒരു ന്യായീകരണവും നൽകിയില്ല.